ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമവും ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് താൻ യോർദാന്റെ കരയിലേക്ക് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിക്കുന്നു. യേശു സ്നാനപ്പെടുമ്പോൾ കേവലം യേശു മാത്രമല്ല, വലിയൊരു കൂട്ടം ആളുകൾ യേശുവിന്റെ കൂടെ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നുണ്ട്. യോഹന്നാന് ശിഷ്യന്മാരായി കുറെ അധികം ആളുകളുണ്ട്. യോഹന്നാൻ ആ സമയത്ത് അവിടുത്തെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. റബായനിക് ഗ്രൂപ്പിനകത്ത് അംഗീകരിക്കപ്പെട്ട ഒരാൾ. വലിയൊരു ശുശ്രൂഷയുടെ സാഹചര്യവും കാര്യങ്ങളുമൊക്കെ യോഹന്നാനോടും ആ ശുശ്രൂഷ മേഖലകളിലൊക്കെ തുറന്നു വന്ന് നിൽക്കുന്ന സമയത്ത് യേശുവും യോഹന്നാനോട് ചേർന്ന് നിന്ന് ആ ശുശ്രൂഷയുടെ ഒരു കണ്ടിന്യൂവേഷനോ അല്ല ഈ യോഹന്നാനോട് ചേർന്ന് നിന്നൊരു പ്രവർത്തനമോ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് യേശുവിനോട് പറയുന്നതിന് പകരം പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുന്നു എന്നതാണ് ഇന്ന് പകൽക്കാലം ധ്യാനത്തിനു വേണ്ടി എടുത്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ജനത്തോട് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. വലിയൊരു ഗ്രൂപ്പ് ആളുകളോട് ചേർന്ന് നിന്ന് യോർദാന്റെ കരയിലോ അല്ലെങ്കിൽ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലോ ഒക്കെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ യേശുവിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ മരുഭൂമിയിലേക്ക് പോകുക. മരുഭൂമിയിലേക്ക് പോയ ഒത്തിരി അധികം ആളുകളെ ദൈവവചനം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് അപ്പോസ്തലനായ പൗലോസ്. പൗലോസിന്റെ ശുശ്രൂഷയുടെ ആരംഭം ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളാണ്. തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ രക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടി പാർത്തു. പൗലോസിന്റെ ശുശ്രൂഷയുടെ വിളി ദമസ്കോസിൽ വെച്ച് ഹനനിയാസ് എന്ന ഒരു ശിഷ്യനിലൂടെയായിരുന്നു. ശിഷ്യനാണ് അവന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അവനെ സ്നാനപ്പെടുത്തുകയൊക്കെ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ താൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് അല്ലെ യേശുവിന്റെ ശിഷ്യനായി മാറിയപ്പോൾ താൻ തൻ്റെ സാക്ഷ്യം ഗലാത്യ സഭയോട് പറയുകയാണ്, ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ കർത്താവ് തൻ്റെ സുവിശേഷത്തിനു വേണ്ടി കർത്താവിൻ്റെ സുവിശേഷം പറയുവാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ ദമസ്കോസിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം അറേബ്യയിലേക്ക് പോയി, അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി എന്ന് എഴുതിയിരിക്കുന്നു. ആ അറേബ്യൻ മരുഭൂമിയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തതയില്ല. അത് നമുക്ക് അവിടെ വ്യക്തമായി പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അപ്പോസ്തലന്മാരായ പത്രോസിനോടോ
അപ്പോസ്തലനായ യോഹന്നാനോടോ അങ്ങനെ തുടങ്ങിയ ഈ 11 അപ്പോസ്തോലന്മാരായിരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് പോകുകയോ അവരോട് സംസാരിക്കുകയോ അവരുടെ അടുക്കൽ ചെന്നിരുന്ന് വചനം പഠിക്കുകയോ ചെയ്യുവാൻ പൗലോസ് തുനിയേണ്ടതായിരുന്നു. കാരണം അവർ യേശുവിന് ശിഷ്യന്മാരാണ്, യേശുവിൻ്റെ ജീവകാലത്ത് യേശുവിനോട് കൂടെ ഇരുന്നവരാണ്. അപ്പൊ കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കുവാൻ അവരിലൂടെ കഴിയുമെന്നത് പൗലോസ് മനസ്സിലാക്കിയിട്ട് പൗലോസ് അവിടെ ചെന്നിരുന്നു വേണമായിരുന്നു കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടത്. എന്നാൽ യെരൂശലേമിലേക്കായിരുന്നു താൻ പോകേണ്ടത്. യെരൂശലേമിൽ അവരോട് ചേർന്നിരുന്നു കൊണ്ട് പല കാര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. എന്നാൽ 3 വർഷം താൻ അങ്ങനെ പോയില്ല എന്ന് ഇവിടെ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറേബ്യൻ മരുഭൂമിയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തതയില്ലെങ്കിലും 3 വർഷത്തിനു ശേഷമാണ് താൻ അപ്പോസ്തലന്മാരെ കാണുവാൻ യെരൂശലേമിലേക്ക് പോകുന്നത്. ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രൈസ് ലോർഡ്, കർത്താവായ യേശു ക്രിസ്തുവിന് യോഹന്നാനോട് ചേർന്നിരുന്ന് തന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ ആത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പൗലോസിന്റെ രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വേർതിരിഞ്ഞ ദിവസം മുതൽ ദമസ്കോസിൽ നിന്ന് താൻ അറേബ്യയിലേക്ക് പോയി ദമസ്കോസിലേക്ക് മടങ്ങി വരികയോ ആ മേഖലകളിലായിരുന്നു താൻ ചിലവഴിച്ചത്. എന്ന് വെച്ചാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, താൻ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെന്ന് അവിടെ ഒരു വലിയ ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, അവരോട് ചേർന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്തൊരു സുഖകരമായ അനുഭവത്തിലൂടെ പോകാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ ആത്മാവ്, പരിശുദ്ധാത്മാവ് പൗലോസിനെ പ്രൈസ് ദി ലോർഡ് അറേബ്യയിലും ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെ തന്നെ നയിച്ചു എന്നത് പറയുവാനായി ഇന്ന് ഞാൻ ഈ ചിന്ത, ഹല്ലേലൂയ, നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പോൾ ഒരു മരുഭൂമിയുടെ ഒറ്റപ്പെട്ട അവസ്ഥയുടെ ഹല്ലേലൂയ മേഖലയിലൂടെ ഹല്ലേലൂയ പൗലോസിന്റെ തുടക്കം അങ്ങനെ ആയിരുന്നു എന്നത് പറയുവാൻ വരുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, സ്തോത്രം, ചെങ്കടൽ കടന്ന് അവർ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. 40 വർഷം മരുഭൂമിയിലായിരുന്നു അവർ ചിലവഴിച്ചത്. നോക്ക്, ഇസ്രായേൽ മക്കളുടെ തുടക്കം എന്ന് വെച്ചാൽ ഒരു വിശ്വാസ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് പോലെ പലപ്പോഴും നമ്മൾ ചെങ്കടലിനെ സ്നാനത്തോടൊക്കെ ഉപമിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ചെങ്കടൽ കടന്ന് അക്കരെ കയറുന്നത് മരുഭൂമിയിലേക്ക് സ്നാനപ്പെട്ട് ഹല്ലേലൂയ യേശുവിനെ സ്വീകരിച്ച് തുടക്കം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഒരു തുടക്കം മരുഭൂമിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ട് മരുഭൂമിയൊക്കെ വന്നാൽ ഒരു പക്ഷേങ്കിൽ നമ്മളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ തുടക്കമേ മരുഭൂമി എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിച്ചിരി ബുദ്ധിമുട്ടാണ് മക്കളെ. ഹല്ലേലൂയ. നോക്കണം, ഇനി എത്രയോ ആളുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം, ഒരു ക്രിസ്തീയ ഒരു ശുശ്രൂഷയുടെ ആരംഭം, ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ചുവട് വെക്കുന്ന സമയം, സാധ്യതയില്ലാത്ത, ഒന്നും നടക്കാത്ത, ഹല്ലേലൂയ, ചുറ്റും ഹല്ലേലൂയ ആളുകളില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു മേഖല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ലോകത്തിന്റെ ചിന്തയിൽ മരുഭൂമി സാധ്യതയില്ല. ലോകത്തിന്റെ ചിന്തയിൽ മരുഭൂമി മരണമാണ്. ലോകത്തിന്റെ ചിന്തയിൽ ഒരുവൻ മരുഭൂമിയിൽ പെട്ടാൽ, പ്രൈസ് ദി ലോർഡ്, പിന്നെ അവൻ ഒരിക്കലും അവനെ പുറം ലോകം കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. മരുഭൂമി ലോക മനുഷ്യന് തകർച്ചയുടെ സ്ഥലമാണ്, നാശത്തിന്റെ സ്ഥലമാണ്. ഒരിക്കലും
ഇനി അവൻ പുറത്തു വരാത്ത സ്ഥലമാണ്. എന്നാൽ ദൈവഭക്തനെ സംബന്ധിച്ചോളം ദൈവം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, മരുഭൂമിയിലേക്ക് തന്റെ ഭക്തന്മാരെ, ഹല്ലേലൂയ, സാധ്യത ഇല്ലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തന്റെ ഭക്തന്മാരെ, നിർജ്ജന പ്രദേശത്തേക്ക് തന്റെ ഭക്തന്മാരെ ഇറക്കി വിടുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ അവരൊക്കെ പുറത്തു വന്നത് വലിയ സാധ്യതയോടെ, വലിയ ശ്രേഷ്ഠതയോടെ. പ്രൈസ് ലോർഡ്. ഇന്ന് ഈ ധ്യാന ചിന്തകൾ 2-3 ഭാഗങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ഈ മരുഭൂമിയിലായിരുന്നു. ഈ മരുഭൂമി കഴിഞ്ഞ് യേശു പുറത്തു വരുന്നത് 4:14 അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടൊക്കെയും പരന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാനോട് ചേർന്ന് നിന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ യോഹന്നാനുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ശുശ്രൂഷ തുടങ്ങിയിരുന്നെങ്കിൽ യേശു നിമിത്തം യോഹന്നാൻ ഉയർത്തപ്പെട്ടേനെ. പക്ഷേ യേശുവിനെ ആത്മാവ് ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിരുന്നത് കൊണ്ട് മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമിയിൽ നിന്ന് മടങ്ങി വരുന്നത് ആത്മാവിന്റെ ശക്തിയോടെ. എന്ന് വെച്ചാൽ മരുഭൂമി യേശുവിനെ തകർത്തില്ല, ശക്തി ക്ഷയിപ്പിച്ചില്ല, തളർന്നില്ല. യേശു ശക്തിയോടെ പുറത്തു വന്ന് വലിയ ശ്രുതി ജനത്തിന്റെ ഇടയിൽ, ഹൂതന്മാരുടെ ഇടയിൽ ഉളവാക്കുവാൻ തക്കവണ്ണം ഇടയായത് മരുഭൂമിയിലെ തന്റെ, ഹല്ലേലൂയ, സ്തോത്രം, ആ 40 ദിവസമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മാനുഷികമായ, സ്തോത്രം, മനുഷ്യൻ എന്ന യേശുവിന്റെ സിസ്റ്റത്തിലാണ് ഇവിടെ സംസാരിക്കുന്നത്. യേശുവിന് ദൈവത്വം യേശു ഉപേക്ഷിച്ചാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എന്ന് വെച്ചാൽ പ്രൈസ് ദി, യേശുവിൽ ദൈവത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വേറൊരു ചിന്തയാണ്. ഞാൻ ആ ഭാഗം ഇപ്പോൾ വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കണം, പൗലോസ് തന്റെ ശുശ്രൂഷകളിൽ എല്ലാം ഇപ്പോഴും പ്രൊമോട്ട് ചെയ്ത് പറയുന്ന ഒരു പദമുണ്ട്. എല്ലാം ഇപ്പോഴും താൻ അത് ഉയർത്തി പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നതും എന്തെന്നാലെന്ന്. അതിന്റെ അർത്ഥം ഞാൻ പറയാൻ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താൻ പൗലോസിൽ നിന്നോ, ഹല്ലേലൂയ, താൻ പത്രോസിൽ നിന്നോ, യാക്കോബിൽ നിന്നോ, യോഹന്നാനിൽ നിന്നോ തുടങ്ങിയ ആളുകളിൽ നിന്ന് പ്രാപിച്ചു എന്നല്ല പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്ന്. പൗലോസിന്റെ ആ ബൂസ്റ്റിങ് എപ്പോഴും അങ്ങനെയാണ്. ഞാൻ കർത്താവിനെ കണ്ടു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഇതൊക്കെ പൗലോസിന്റെ അഭിമാനമായി പൗലോസ് പറയുന്നു. അങ്ങനെ പൗലോസിനെ പറയുവാൻ തക്കവണ്ണം അത്രത്തോളം ഉറപ്പ് കിട്ടിയതിന്റെ കാരണം, പ്രൈസ് ദി ലോർഡ്, തന്റെ സ്തോത്രം, തന്റെ വിളിക്ക് താൻ സമർപ്പിച്ച കഴിഞ്ഞ ശേഷം താൻ നേരെ അറേബ്യയിലേക്ക്, അല്ലെങ്കിൽ ഒരു മരുഭൂമിയുടെ അവസ്ഥയിലേക്ക്, ഒറ്റപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോയപ്പോൾ, ഹല്ലേലൂയ, യേശു അവനോട് വ്യക്തിപരമായി പറയുവാൻ, സംസാരിക്കുവാനിടയായി. അപ്പോൾ പൗലോസിനോട് ചോദിക്കുക, മരുഭൂമി എങ്ങനെ ഉണ്ടായിരുന്നു, നിർജ്ജന അവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു, ഒറ്റപ്പെട്ട അവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു? പൗലോസ് പറയും, അത് എൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ശുശ്രൂഷയുടെ ഉറപ്പും ധൈര്യവും, ഹല്ലേലൂയ, എനിക്ക് വെളിപ്പാടുകൾ കിട്ടിയത്, വെളിപ്പാടിന്റെ ആധിക്യത്തിലേക്ക് ഞാൻ വന്നത്, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ഉപദ്രവങ്ങളും നിന്ദകളും അപമാനങ്ങളും എനിക്ക് വന്നപ്പോൾ ഞാൻ നിന്നതെല്ലാം, ഹല്ലേലൂയ, എൻ്റെ ആരംഭത്തിലെ ആ മരുഭൂമിയുടെ ആ ഒറ്റപ്പെടലിന്റെ അവസ്ഥയായിരുന്നു. തുടക്കത്തിലെ കുറെ ആളുകളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെങ്കിൽ പെട്ടെന്നൊരു നിർജ്ജന സ്ഥലമൊക്കെ എനിക്ക് പാടായി പോയിന്. അവിടെ നിന്നും കർത്താവിൽ നിന്ന് പ്രാപിച്ചൊന്നും പറയാൻ ഉള്ള ധൈര്യം കിട്ടില്ല. പത്രോസിൽ നിന്ന് പ്രാപിച്ചൊന്നും, യാക്കോബിൽ നിന്നും യോഹന്നാനിൽ നിന്നും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രാപിച്ചൊന്നും ഒക്കെ പറയേണ്ട അവസ്ഥ വന്നേനെ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, കർത്താവിൽ നിന്ന് പ്രാപിച്ചെന്ന് പറയാനിടയായത്, ഹല്ലേലൂയ, 3 വർഷത്തെ, പ്രൈസ് ദി ലോർഡ്, തൻ്റെ ആ മരുഭൂമിയുടെ ഏകാന്തതയുടെ നിർജ്ജന അവസ്ഥകൾ തന്നെ, ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം
ഹല്ലേലൂയ ഇടയായി തീർന്നുവെന്ന് പൗലോസ് നമുക്ക് സാക്ഷ്യം പറയും. ഇസ്രായേൽ മക്കളോട് ചോദിക്കണം, നിങ്ങൾ ഈ 40 ആണ്ട് 40 വർഷം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഈ മരുഭൂമിയിലായിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനമായി ദൈവവചനം വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കുന്നത് മരുഭൂമിയിൽ അവർ ദൈവീയ കരുതൽ അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മന്ന ഭക്ഷിച്ചത് മരുഭൂമിയില്ല. അവർ ഹല്ലേലൂയ സ്തോത്രം വെള്ളം ഹല്ലേലൂയ അവർ കുഴിക്കാതെ അവർ വെള്ളം കുടിച്ചത് മരുഭൂമിയിൽ കുഴിക്കാതെ വെള്ളം കുടിച്ചു. ഇങ്ങനെ ദൈവീയ കരുതലിന്റെ ഒരു പ്രളയം തന്നെ അവർ അനുഭവിച്ചു. സൂര്യന്റെ ചൂടേൽക്കാതെ ഹല്ലേലൂയ രാത്രിയിലെ തണുപ്പേൽക്കാതെ ഹല്ലേലൂയ സ്തോത്രം ആ സംരക്ഷണം അനുഭവിച്ചത് മരുഭൂമിയിലാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവർ അനുഭവിച്ച അനേക അനുഗ്രഹങ്ങളെ കുറിച്ച് മരുഭൂമിയിൽ അവർക്ക് പറയുവാനായിട്ട്. അപ്പൊ മരുഭൂമി എന്നത് അവർക്ക് ദൈവീയ കരുതലിന്റെ സ്ഥലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിറുപിറുപ്പ് വന്ന് ഒത്തിരി പേർ മരിച്ചു, സത്യമാണ്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം അവിടെ പറയുവാൻ ഹല്ലേലൂയ ഇത് വായനക്കാരനായ നമുക്ക് ഓർത്തോർക്ക് മനസ്സിലാക്കുന്നത് ദൈവീയ കരുതലിന്റെ ദൈവീയ ശ്രേഷ്ഠമായ കരത്തിന്റെ ഒക്കെ അവസ്ഥ ഹല്ലേലൂയ സ്തോത്രം മരുഭൂമിയിലെ ഇസ്രായേൽ മക്കൾ അനുഭവിപ്പാനിടയായി തീർന്നത്. Praise the Lord. Hallelujah. നിർജ്ജനമായ സ്ഥലത്തേക്ക് യോഹന്നാൻ അപ്പോസ്തലൻ എറിയപ്പെട്ടത് പ്രൈസ് ദി ലോർഡ് ഒരു വെളിപ്പാടിന്റെ സ്വർഗീയ ദർശനത്തിന്റെ അനുഭവങ്ങൾ കിട്ടുവാനും നമുക്കത് അനുഗ്രഹമായി തീരുവാനും ഇടയായി തീർന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, മരുഭൂമി എന്നത് ദൈവീയ കരുതലിന്റെ സ്ഥലമാണ്. മരുഭൂമി എന്നത് വെളിപ്പാടിന്റെ സ്ഥലമാണ്. മരുഭൂമി എന്നത് ദൈവത്തിന്റെ സംസാരങ്ങൾ കേൾക്കുന്ന സ്ഥലമാ. മരുഭൂമി എന്നത് ശക്തിയുടെ സ്ഥലമാ, ശക്തി ലഭിക്കുന്ന സ്ഥലമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ഈ ചിന്ത ഇവിടെ ഞാൻ ക്രോഡീകരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം യെശയ്യാവിന്റെ പ്രവചനത്തിൽ മരുഭൂമിയെ കുറിച്ച് പറയുന്ന ഒരു പദമുണ്ട് സ്തോത്രം. അത് ഇങ്ങനെയാണ് സ്തോത്രം, മരുഭൂമിയെ സ്തോത്രം മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെയാക്കും. എന്ന് വെച്ചാൽ ഞാൻ പറയേണ്ട ദൈവമക്കളെ, ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം മുൻപിൽ ഒരു മനുഷ്യൻ മരുഭൂമിയിലേക്ക് ദൈവം അവനെ എടുത്തെറിയുമ്പോൾ പ്രൈസ് ദി ലോർഡ് അത് ഉല്ലാസവും സന്തോഷവും ആനന്ദവും അനുഗ്രഹവുമാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാ ഇന്ന് പകൽക്കാലം ഈ ചിന്തയിൽ നിന്ന് ജനത്തോട് പറയുകയുള്ളത്. പ്രൈസ് ദി ലോർഡ്. മരുഭൂമി ദൈവഭക്തന് നാശത്തിന്റെ സ്ഥലമല്ല, അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിന്റെ സിസ്റ്റത്തിൽ മരുഭൂമി നാശമാണ്, സാധ്യതയില്ലാത്ത സ്ഥലമാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മരുഭൂമിയും നിർജ്ജന സ്ഥലവും സാധ്യതയും അനുഗ്രഹവും ഉയർച്ചയുമുള്ള സ്ഥലമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കള് മരുഭൂമിയിലൂടെ നടന്നതുകൊണ്ട് ചില ഉറവകൾ മരുഭൂമിയിൽ തുറന്നു. അത് ഇന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാഗറിനു വേണ്ടി മരുഭൂമിയിൽ ഉറവ തുറന്നു. അത് ഇന്നുമുണ്ട്. എന്തുകൊണ്ടാ? പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തൻ മരുഭൂമിയിൽ ഇറങ്ങുമ്പോൾ ഉറവുകൾ അവിടെ തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നീ ഇറങ്ങുന്ന മരുഭൂമി ഉദ്യാനമാകാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഇറങ്ങുന്ന മരുഭൂമി നീ ഇറങ്ങുന്ന നിർജ്ജന പ്രദേശം ജനവാസമാക്കാനാ. ഇന്ന് പകൽക്കാലം മരുഭൂമിയെ നീ ഭയപ്പെടണ്ട. നീ നിമിത്തം മരുഭൂമിയിൽ ഹല്ലേലൂയ നീരുറവുകൾ പുറപ്പെടും. നീ നിമിത്തം മരുഭൂമി ജനവാസവാല സ്ഥലമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ മരുഭൂമി അനുഗ്രഹമാകും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം നിൽക്കുന്ന മരുഭൂമി ജനവാസമുള്ള സ്ഥലമായി മാറും. നാം നിൽക്കുന്ന നിർജ്ജന പ്രദേശം ഹല്ലേലൂയ സ്തോത്രം ജനവാസമുള്ള സ്ഥലമായി മാറും. നാം മരുഭൂമിയിൽ സാധ്യതയും അനുഗ്രഹമുള്ളവരായി മാറും. മരുഭൂമി നമ്മെ തളർത്തുകയല്ല, ശ്രേഷ്ഠതയിലും അനുഗ്രഹത്തിലേക്കും നമ്മെ കൊണ്ടുവരുന്ന സ്ഥലമെന്ന് തിരിച്ചറിഞ്ഞ് പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽക്കാലം മരുഭൂമിയുടെ അവസ്ഥ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ അവസ്ഥ ഹല്ലേലൂയ സ്തോത്രം അനേകർക്ക് നന്മയും നമുക്ക് അനുഗ്രഹവുമാക്കി മാറ്റുന്ന
കർത്താവ് ആ മേഖലയിൽ പ്രവർത്തിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, മരുഭൂമി ലോകത്തിന് സാധ്യതയും ഹല്ലേലൂയ സ്തോത്രം ഇല്ലായ്മയും ഹല്ലേലൂയ സ്തോത്രം നഷ്ടവും കഷ്ടവുമാക്കുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചോളം മരുഭൂമി എന്നുള്ളത് സാധ്യതയും നന്മയും ഉയർച്ചയും എന്ന് ഞങ്ങൾ കേട്ടു. മാത്രമല്ല, ഒരു ഭക്തൻ മരുഭൂമിയിൽ ചെല്ലുമ്പോൾ അവന് വേണ്ടി തുറക്കുന്ന ഉറവകൾ മറ്റൊരുവനും നന്മയായി തീരുക. കർത്താവേ, ഹല്ലേലൂയ, ഒരു ഭക്തന് വേണ്ടി നിർജ്ജന സ്ഥലം ജനവാസമുള്ള സ്ഥലമാക്കി മാറ്റുമ്പോൾ മറ്റൊരുവനും അത് അനുഗ്രഹമായി തീരുക. മാത്രമല്ല കർത്താവേ, മരുഭൂമി വ്യക്തിപരമായ ജീവിതത്തിലും ഹല്ലേലൂയ സ്തോത്രം ദൈവികമായ സംസാരങ്ങളും സാധ്യതകളും അനുഗ്രഹങ്ങളും കരുതലുകളും കിട്ടുന്ന സ്ഥലമാണല്ലോ. ആ മേഖല ജനങ്ങൾ തിരിച്ചറിഞ്ഞ് മരുഭൂമിയെ ഓർത്ത് കരയുകയല്ല, മരുഭൂമിയിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ദൈവിക പ്രവർത്തികൾ വെളിപ്പെടുത്തുന്ന സ്ഥലമെന്ന് മനസ്സിലാക്കി കർത്താവേ, അവിടെ ഉറപ്പോടെ നിൽക്കുവാനും ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭക്തന്മാരായ ആളുകളെ മരുഭൂമിയിലേക്ക് നയിച്ചത് പിന്നീടുള്ള കാലങ്ങളിൽ കർത്താവേ, അത് അനുഗ്രഹമെന്ന് ഞങ്ങൾക്ക് വായിച്ചറിയുവാൻ, അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ അവരുടെ ജീവിതം ഞങ്ങളെ പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ജനത്തെ ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ വെച്ച് കർത്താവേ അവരോട് സംസാരിച്ച് അവരുടെ ജീവിതത്തിൽ കർത്താവേ ചില അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കി കർത്താവേ, മരുഭൂമിയിൽ പിറുപിറുക്കാതെ, മരുഭൂമിയിൽ ദൈവത്തോട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അകന്നു പോകാതെ സ്തോത്രം ദൈവത്തോട് ചേർന്നിരുന്ന് ഈ വിജയങ്ങളും നന്മകളും പ്രാപിപ്പാൻ ജനത്തെ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ പകൽക്കാലം ഈ വചനമത ജനത്തെ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. അനുഗ്രഹീതമായ ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഗോഡ് ബ്ലെസ് യു.